പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ആകാശവാണി, ദൂരദർശൻ പരിപാടികൾ കാണാറും കേൾക്കാറുമുള്ളവരാണ്. ചിലർക്കൊക്കെ ആകാശവാണിയിലെ പ്രഭാത പേര് ഇഷ്ടമായിരിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് കാർഷിക രംഗമായിരിക്കും ഇഷ്ടം. ചിലർക്ക് സംഗീത പരിപാടികൾ, ചിലർക്കാകട്ടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ പല രീതിയിലായിരിക്കും പലരുടെയും ഇഷ്ടം പോകുന്നത്. ഒരുപക്ഷെ നമുക്ക് കുറച്ച് ദിവസം നമ്മൾ കേൾക്കുന്ന ആ സ്റ്റേഷനുള്ള ആ സ്ഥലത്തിൻ്റെ പരിധിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു ഇൻ്റർവ്യൂവിനായി അന്യസംസ്ഥാനത്ത് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ ചടങ്ങുകൾക്കായി ദൂര സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് പുറത്തെവിടെയെങ്കിലും അമേരിക്ക, ഓസ്ട്രേലിയ, അങ്ങനെ പല സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് തുടർച്ചയായി ഈ പരിപാടികൾ കേൾക്കാൻ പറ്റാതെ വരുന്നു. ഇത്തരം അവസരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ന്യൂസ് ഓൺ എയർ എന്ന പ്രോഗ്രാം. ഇത് മൊബൈലിലൂടെ നമുക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും കേൾക്കാൻ സാധിക്കും. വേറൊന്നും വേണ്ട, പ്ലേ സ്റ്റോറിൽ പോവുക, അതിലൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ പരിപാടികൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെ എടുക്കാം, ഓരോന്നും സെലക്ട് ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ. ഒന്ന് കണ്ടു നോക്കുക. ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോകാം നമുക്ക്. അതിനുശേഷം ഇവിടെ ന്യൂസ് ഓൺ, ഇവിടെ ആൾറെഡി വന്നു കഴിഞ്ഞു, ന്യൂസ് ഓൺ എയർ. അതിൽ ഈ ആപ്ലിക്കേഷൻ ന്യൂസ് ഓൺ എയർ ബൈ പ്രസാർ ഭാരതി, ഇത് ക്ലിക്ക് ചെയ്ത് അതിപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആപ്ലിക്കേഷൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയിക്കഴിഞ്ഞു. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് അലോ ചെയ്യണോ വേണ്ടേ എന്ന് ചോദിക്കുന്നതാണ്. അലോ കൊടുക്കുക. മുകളിൽ പല ഓപ്ഷൻസ് ഇവിടെ കാണാം. ലൈവ് റേഡിയോ, ലൈവ് ന്യൂസ്, ലേറ്റസ്റ്റ് ന്യൂസ്, ന്യൂസ് പ്രോഗ്രാം, ലൈവ് ടി വി. ഉദാഹരണത്തിന് ലൈവ് റേഡിയോ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഈ ഫണലിൻ്റെ ആകൃതിയിലുള്ള ഒരു പടത്തിന് താഴെ എഴുതി കാണിക്കും. ഇത് നമുക്ക് സ്റ്റേറ്റ് വൈസ് ഉള്ള റേഡിയോ സ്റ്റേഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റേഷൻ, കേരളയോ തമിഴ്നാടോ ഉത്തർപ്രദേശോ, അങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ളത് വരുന്നതാണെന്നുള്ള ഓപ്ഷനുണ്ട് എന്ന് ഇവിടെ എഴുതി കാണിക്കുകയാണ്. അതിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത്, നമുക്ക് ഫേവറിറ്റ് ആയിട്ടുള്ള ചില സ്റ്റേഷൻസ്, അതായത് എപ്പോഴും സെർച്ച് ചെയ്ത് പോകാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നും എഴുതി കാണിച്ചിരിക്കുന്നു. ലൈവ് റേഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്റ്റേറ്റ് വൈസ് സെർച്ച് ചെയ്താൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കേരള ഉണ്ട്, ഡൺ. കേരളത്തിലെ പല സ്റ്റേഷൻസ് ഇവിടെ വന്നു കഴിഞ്ഞു. സ്കൂളുകൾക്കുള്ളിൽ ജാഗ്രതാ സമിതികളുണ്ട്, വിവിധങ്ങളായ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു. എന്നിട്ടും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു ഇത് ആകാശവാണി തിരുവനന്തപുരം. അത് നമുക്ക് ഇഷ്ടമായെങ്കിൽ അത് ഫേവറേറ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഇവിടെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കാണാൻ കഴിയുന്നതാണ്. ഇനി ചിലർക്ക് മ്യൂസിക്കൽ ചാനൽസ് ഇഷ്ടമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് രാഗം ചാനൽ, അതും വേണമെങ്കിൽ നമുക്ക് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് വിവിധ് ഭാരതി, അതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചാനലാണെന്നുണ്ടെങ്കിൽ അതും ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ചാനൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാതെ ഡയറക്റ്റ് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ആകാശവാണി കേരള. ലഹരി ഒരു വ്യക്തിയെ, അത് കുട്ടിയായിക്കോട്ടെ യുവാവായിക്കോട്ടെ മുതിർന്ന ആളെ, അല്ലെങ്കിൽ രാഗം, അല്ലെങ്കിൽ വിവിധ് ഭാരതി. ഇനി ബാക്കിൽ പോയാൽ ലിസൺ ന്യൂസ് സെലക്ട് ചെയ്താൽ ഇവിടെ പല സമയത്തുള്ള ന്യൂസുകൾ, അവയർലി ന്യൂസ്, മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകൾ, സ്പോർട്സ് സംബന്ധമായ ന്യൂസുകൾ, ഇതെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ഈവനിംഗ് ന്യൂസ് എടുത്താൽ ഇന്നലെ വൈകുന്നേരത്തെ ന്യൂസ് കേൾക്കാം. Good evening. This is Akashvani. I am Valsa Williams with the news at 9. The headlines. പിന്നെ ലേറ്റസ്റ്റ് ന്യൂസ്, ന്യൂസ് പ്രോഗ്രാം, लाइव टीवी। भारत बांग्लादेश के बीच पहली क्रॉस बॉर्डर फ्रेंडशिप पाइपलाइन पूरी
നമ്മൾ കാറിൽ ദൂരേക്ക് എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത സ്റ്റേഷൻ കാറിലെ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്ത് വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഹെഡ്സെറ്റിലൂടെ നല്ല വ്യക്തമായി കേൾക്കാം. ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ അതിലൂടെയും നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കും ഷെയർ ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. നന്ദി, നമസ്കാരം.